ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി, നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിയിൽ നമ്മുടെ GK ആൻഡ് സയൻസ് ഇതിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്, ഇത് നമ്മുടെ NTPC ബാച്ചിലുള്ള കുട്ടികളൊക്കെ പറയുന്നത് മാത്സ് വലിയ കുഴപ്പമില്ല മിസ്സേ, ഞങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ജനറൽ അവയർനെസ്, അങ്ങനെ ഹിസ്റ്ററി, അതൊക്കെ ഭയങ്കര ആ ഒരു ഭാഗം മൊത്തത്തെ കുറച്ച് ടഫാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിയിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ പഠിക്കണം അതാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ആപ്പിൽ കമ്മ്യൂണിറ്റി പേജുണ്ട്, അതിനകത്തിൽ സജിത മാം എന്ന കമ്മ്യൂണിറ്റി പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് ഡിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ അഡ 24/7 മലയാളവും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ Y362 എന്ന ഡിസ്കൗണ്ട് കോഡൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് നമുക്കറിയാം, അതായത് ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യമായിട്ടറിയാം ഇതിൻ്റെ സിലബസ് ഇന്നതാണ്. ദാറ്റ് ഈസ്, ഇതിനകത്തിൽ നമ്മൾ മാത്സ് പഠിക്കാനുണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. ഇത് നാലുമാണ് നമ്മൾ മെയിനായിട്ട് ഗ്രൂപ്പ് ഡി എക്സാം. അതായത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മാത്സ് ഉണ്ട്, 2 റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഈ ജനറൽ അവയർനെസ്, ഈ ജനറൽ സയൻസ്, ഇതിൽ നിന്നും രണ്ടിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനറിയാം, ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കും, മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അപ്പോൾ സോ ഇവിടെ ഒരു 55 മാർക്ക് പോയി. പിന്നെ ഇത് 2 ടോപ്പിക് കൂടെ ചേർത്തിട്ട് 45 മാർക്ക്. സോ ടോട്ടൽ 100 മാർക്ക്, 90 മിനിറ്റ് അത്യാവശ്യം നമുക്ക് ചെയ്തു വരാനുള്ള ടൈമും ഉണ്ട് അല്ലേ. മാത്സൊക്കെ അറിയാവുന്നവർക്ക് വലിയ പ്രശ്നം വരത്തില്ല. പിന്നെ നമ്മുടെ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറുള്ളത് ഈ സയൻസും അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സയൻസ് മോസ്റ്റ്ലി നമ്മുടെ 10th ബേസ് ചെയ്തിട്ടുള്ള സയൻസ് തന്നെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ മോസ്റ്റ്ലി ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്ന് കാണുന്നത് ഫിസിക്സിനാണ്, കുറവ് കെമിസ്ട്രിക്ക്. ബയോളജി മിഡിലായിട്ട് നിൽക്കും 25 മാർക്കിൽ. ഒരു 8-9 ചോദ്യങ്ങൾ വരെ ഫിസിക്സിൽ നിന്ന് വരാറുണ്ട്. ഫിസിക്സിൽ നിന്ന് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി, അതുപോലെ തന്നെ വർക്ക് ആൻഡ് എനർജി, ആ ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാവിറ്റേഷൻ, പ്രഷർ, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് മെയിനായിട്ട്. സൗണ്ട്, അതുപോലെ ശബ്ദം, വേവ്സ്, ഫ്രിക്ഷൻ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇതൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ ഫിസിക്സിലെ പോർഷൻസ് ആണ്. അപ്പോൾ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ട്. അപ്പോൾ ഫിസിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ സൗണ്ടും വേവ്സും ഒക്കെ വരുന്നത് ഫിസിക്സിൽ നിന്നാണ്. പിന്നെ എന്താണ് നമ്മുടെ കുറച്ച് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിസ്കവറീസ്, അതൊക്കെ തന്നെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചോദിക്കും. കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ആറ്റംസും മോളിക്യൂൾസും, സ്ട്രക്ചർ ഓഫ് ദ ആറ്റം, ഒരാറ്റത്തിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ, കെമിക്കൽ റിയാക്ഷൻസ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, അത് 10th ബേസ് ചെയ്തുള്ള ആസിഡ്, ബേസ്, ഫ്യൂവൽസ്, അങ്ങനെ. പിന്നെ മെറ്റൽസിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ ഇല്ലേ നമുക്ക്, മാലബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കെമിസ്ട്രിയിൽ നിന്നും പഠിക്കേണ്ടത്. പിന്നെ ഫൈബേഴ്സ് ഉണ്ട്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, യെസ് അതാണ്. പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഡിസ്കവറീസ്, ആറ്റം കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് കണ്ടുപിടിച്ചാൽ, അങ്ങനെ കുറച്ച് ഡിസ്കവറീസ്. ഇത് 10th ബേസ് ചെയ്തിട്ടുള്ളതാണ്. കെമിസ്ട്രിയിൽ നിന്ന് താരതമ്യേന ബയോളജിയും നമ്മുടെ ഫിസിക്സും വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ വെയിറ്റേജ്, കുറച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ദെൻ ബയോളജി പറയുമ്പോൾ നമുക്ക് സൈറ്റോളജി ഉണ്ട്, ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽ കിങ്ഡം, ഹ്യൂമൻ ബ്ലഡ്, ഓർഗൻ സിസ്റ്റം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഹ്യൂമൻ ഡിസീസസ്, ഇതൊക്കെയാണ്. ബോട്ടണിയും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് കിങ്ഡം അല്ലേ. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റിയും, ഫോട്ടോസിന്തസിസ്, പ്ലാന്റ് ഹോർമോൺസ്, പ്ലാന്റ് ഡിസീസസ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതായത് നമ്മുടെ ബയോളജി വരുമ്പോൾ സുവോളജി ഉണ്ട്, ബോട്ടണിയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ടോട്ടൽ 25 മാർക്കാണ് സയൻസ്. ഇതിനകത്തിൽ 9 മാർക്ക് ഉള്ള നമ്മുടെ ഫിസിക്സിൽ നിന്നും പോകും. ബാക്കിയുള്ളത് ഇതിന് രണ്ടിനൂടെ ഡിവൈഡ് ചെയ്യും. എന്നാലും മോസ്റ്റ്ലി ഫിസിക്സ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്.
പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കറണ്ട് അഫേഴ്സിൽ നിന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. 8 മുതൽ 9 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ജോഗ്രഫിയിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ്, പുതിയ അപ്പോയിൻമെൻറ്റ്സ് 1-2, മിസലേനിയസ് ആയിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്പോർട്സ് 2-3, ഇക്കണോമിക്സ് 1-2. ഇത്രയും വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പാടാണെന്ന് പറഞ്ഞിരിക്കുന്നത് വിഷമിക്കേണ്ട. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് കറണ്ട് അഫേഴ്സിനാണ്. 8 മുതൽ 9 മാർക്ക് വരെ കറണ്ട് അഫേഴ്സിന് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നോട്ടിഫിക്കേഷൻ നമ്മൾ റെയിൽവേ തന്നെ നമ്മൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചത് ഡിസംബറിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6 മന്തിനുള്ളിൽ തന്നെ എക്സാംസ് ഒക്കെ കാണും. അപ്പോൾ കൃത്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറാകാനായിട്ട് നമ്മൾ അഡ 24/7 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ അവൈലബിളാണ്. മോക്ക് ടെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് വെച്ച് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നേരെ പ്ലേ സ്റ്റോറിലേക്ക്, നേരെ ഫോണിലോ ലാപ്പിലോ അഡ 24/7 മലയാളം എന്ന് കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മൂന്നാമത് ഗ്രൂപ്പ് ഡി ഉണ്ട്. നമ്മുടെ ബാച്ച് പാസഞ്ചർ ബാച്ചാണ്. 40 ടെസ്റ്റ് സീരീസ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തിൽ 48 ഇ ബുക്കുകളുണ്ട്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുക. 1952 രൂപയാണ് കോസ്റ്റ് ഫീ. ഫിൽ ഡീറ്റെയിൽസ് നമ്മുടെ പേരും ഫോൺ നമ്പറും തെറ്റാതെ കൊടുക്കാം. മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പേജുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകണം. അവിടെ അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ എന്ന് പറയുന്ന ഭാഗം ഇൻസ്റ്റാൾ ചെയ്യുക. സ്റ്റേറ്റ് എക്സാം ഇതിൽ കേരളയുണ്ട്. കേരളയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്ത ഫോൺ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ ചോദിക്കും. ഇവിടെ മൈ കോണ്ടൻറ്റിലാണ് കോഴ്സ് കിടക്കുന്നത്. പിന്നെ ഇവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി സജിത മാം എന്ന കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുക. ഇതിൻ്റെയൊക്കെ PDF നിങ്ങൾക്ക് കിട്ടും. കോഴ്സ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.